ഇവനാണ് ഇന്നത്തെ എൻ്റെ കറി കേട്ടോ. മുള്ളൻ അല്ലെങ്കിൽ കുറിച്ചിൽ. ഇനി വേറെ ഏതെങ്കിലും പേരുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഉണ്ടാക്കിയാലോ? മുള്ളൻ മുളകിട്ടത്. ആഹാ, നല്ല പ്രാസം. ബാ. ഹായ്, സിമ്പിൾ ഈറ്റ്സ് വിത്ത് ജിഷയിലേക്ക് സ്വാഗതം. കറിക്കായിട്ട് ആദ്യം തന്നെ ഞാൻ 2-3 ചെറിയ കഷ്ണം കുടംപുളി കഴുകി തിളപ്പിക്കാൻ പോവുകയാണ്. കൂടെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഈ മീനിന് അധികം വേവില്ല. കൂടുതൽ നേരം ഇട്ട് വേവിച്ചാൽ പൊടിഞ്ഞു പോവുകയും ചെയ്യും. പുളി ആവശ്യത്തിന് വേണം താനും. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പുളി തിളപ്പിച്ച് മാറ്റുന്നത്. അതിൻ്റെ പുളിയൊന്നും ഇറങ്ങണമല്ലോ. പുളി തിളപ്പിച്ച് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എണ്ണ ചട്ടിയിൽ എല്ലായിടത്തും ആവട്ടെ. 1/4 ടീസ്പൂണോളം ഉലുവ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇവ ഒരു പകുതി മൂപ്പാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 7-8 ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ശരിക്കും വഴറ്റണം. എല്ലാം നന്നായൊന്ന് മൊരിഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഏകദേശം 1 മിനിറ്റോളം നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാമേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി വീണ്ടും ഇവയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു ചെറിയ തക്കാളി അരച്ചതാണ് കേട്ടോ ചേർക്കണേ. പകരം അരിഞ്ഞ് ചേർത്താലും മതി. തിളച്ച വെള്ളത്തിലിട്ട് തക്കാളിയുടെ തൊലി കളഞ്ഞതിന് ശേഷം ഇങ്ങനെ അരച്ച് ചേർത്താൽ കറിക്ക് കുറച്ചുകൂടി ഒരു കൊഴുപ്പ് കിട്ടും ഗ്രേവിക്ക്. ഇതിനധികം ചാറ് വെക്കാൻ പറ്റില്ലല്ലോ ഈ മീനിന്. ഇനി ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായി എണ്ണ തെളിയുന്നത് വരെ വഴറ്റണം. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ. ദാ തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് കറി ഒന്ന് തിക്കായിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരു 1-1.5 മിനിറ്റ് എടുത്തു. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പുളിയും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പുളിയുടെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു. അത് മതിയാവില്ല, അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ഞാൻ ചേർക്കുവാണേ. എല്ലാം കൂടി വീണ്ടും മിക്സ് ചെയ്യാൻ ഞാൻ ഇതിൽ നിന്നൊരു പുളി എടുത്ത് മാറ്റുവാണ് കേട്ടോ. എങ്ങാനും പുളി കൂടിയാലോ, ചെറിയ മീനല്ലേ. കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കിയിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. തവി കൊണ്ട് മീനൊക്കെ ഒന്ന് പതിയെ ഗ്രേവിയിലേക്ക് മുക്കി കൊടുക്കാം. ഇനി ഇതിൽ തവി കൊണ്ട് ഇളക്കാൻ പറ്റില്ല. തവിയിട്ട് ഇളക്കിയാലും മീൻ പൊടിഞ്ഞു പോകും. ഇനി കറി വറ്റുന്നത് വരെ ഇതാ ഈ പണിയെ നടക്കൂ. തുണി കൂട്ടിപ്പിടിച്ച് കറിച്ചട്ടി പതിയെ ചുറ്റിക്കുക. കറി നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കറി തുറന്ന് നോക്കാം. ആഹാ, കറി പാകമായിട്ടുണ്ട്. പക്ഷേ ചട്ടിക്ക് നല്ല ചൂടാണ് കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് വല്ലാതെ തിളച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി ഉപ്പ് ചേർത്തിട്ട് ഉപ്പ് മിക്സ് ചെയ്യാനായിട്ട് ഇങ്ങനെ ചുറ്റിക്കാനേ പാടുള്ളൂ കേട്ടോ. ഇനി കറി മൂടി വെച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാനിതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഓഫ് ചെയ്തിട്ടും ചട്ടി തിളച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളി കുഞ്ഞൻ മുള്ളൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനോ കപ്പയ്ക്കോ ഒക്കെ കൂട്ടി കഴിക്കാൻ ബഹുവിശേഷം കേട്ടോ. അപ്പോൾ എങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമല്ലേ? വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണും വരെ ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.